എന്നേക്കാ അപ്പൊ എന്താ ചോദിക്കാത്ത നീ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സന്തോഷത്തിൽ പോണില്ലേ? നിന്റെ കർമ്മ മേഖല സന്തോഷമായിട്ട് പോണില്ലേ? അത് മതി. നീ ചോദിക്കണ്ടാവും, എന്തായാലും ചോദിക്കണ്ടാവും. ഞാൻ പറഞ്ഞൊന്നും പറയണ്ട, മനസ്സിലായില്ല? അതിനെന്താ തെറ്റി? എനിക്ക് നീ വില്ലുമ്പലയുടെ വല്ലിപ്പൂലി പറഞ്ഞു, അത് അവരങ്ങനെ തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇല്ലേ? അതിന് തെറ്റ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അതല്ല നിനക്ക് നല്ലത്. വില്ലുമ്പേല ഇല്ലെങ്കിലും നിനക്ക് വല്ലിപ്പൂലി കിട്ടില്ലേ 30 നാൾ കൂടുമ്പോൾ? മറ്റേതാവുമ്പോഴോ പോയാലല്ലേ വെള്ളി കിട്ടുള്ളൂ. അപ്പൊ ഏതാ നല്ലത്? നിന്നെ അതിനു വേണ്ടി ഞാൻ അവിടേക്ക് ആക്കി തന്ന എന്തിനാ? മനസ്സിലായില്ല? നീ പൊക്കോ. അവരുടെയൊക്കെ പേര് നീ ഒരു കടലാസുണ്ടിൽ വെച്ചോ, ഒരു വെള്ളി ചേർത്ത് പൊതിഞ്ഞ് കെട്ടി വെച്ചോ. ഇവര് കുറച്ച് ദിനം കൂടി, അല്ലെങ്കിൽ 30 നാളോ 45 നാളോ ഒരു അവധി, അത് വരെ അന്വേഷിച്ച് വരെയെന്നും എഴുതി വെച്ചു. അതിലപ്പുറത്തേക്ക് പറ്റില്ല. അവര് തരാനുള്ള വെള്ളിയല്ലേ, നീ വാങ്ങിച്ച വെള്ളിയാണല്ലോ. അവരുടെ കയ്യിൽ എഴുതി കുറിപ്പ് വാങ്ങിച്ചോ, ഞാൻ വിട്ടു തരാം. മതിയാ? അല്ലെങ്കിൽ എന്താ ധരിക്കാന്നറിയോ? കുറ്റം നിനക്ക് വരും. മനസ്സിലാവണ്ട? അത് തന്നെ ഞാനും പറഞ്ഞു. അതല്ല, നിന്നെ കുറ്റപ്പെടുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞെന്താ? ആ സന്താനം കൂടി എന്നിട്ട് ഇപ്പൊ അവരുടെ മാതാവിന്റെ മണ്ണാണ് എന്നും പറഞ്ഞു കഴിഞ്ഞ് അവർക്ക് കയറി വരാം ഇല്ലേ? ഇനി വാങ്ങുമ്പോ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇനി വാങ്ങുന്ന മണ്ണ് അവരുടെ പേരിലല്ല, നിങ്ങളുടെ 2 പേരുടെ പേരിലാണ്. അല്ലെങ്കിൽ ഈ ഉണ്ണിയുടെ പേരിൽ ആകുമ്പോ ഈ ഉണ്ണിയുടെ കാലശേഷം നിനക്ക് അവകാശം, അവർക്ക് അവകാശം വരില്ല. ഇപ്പൊ അത് അവരുടെ മാതാവിന്റെ മണ്ണാ. വ്യത്യാസം മനസ്സിലായ? നീ പടിയിറങ്ങുന്നത് ഞാൻ പറഞ്ഞല്ല, മനസ്സിലായില്ല? അവര് പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ മാതാവിന്റെ മണ്ണാ. അപ്പൊ അത് വിൽക്കണമെങ്കിൽ ഉണ്ണി അവരുടെ അതിന് സമ്മതപത്രം വാങ്ങിച്ചോ. പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഉണ്ണിയെ. ഈ മണ്ണ് വിൽക്കണതിന് ഞങ്ങൾക്ക് സമ്മതക്കുറവില്ല പിതാവേ, നീ വിറ്റ് വില മാറിക്കോ എന്നൊരു സമ്മതപത്രം കിട്ടിയാൽ ഞാൻ വിറ്റ് വില മാറി തരാം. അല്ലാന്നുണ്ടെങ്കിൽ നടപടിയാവില്ല. മനസ്സിലാവും? അവര് വീതം വേണമെന്ന് പറഞ്ഞാൽ നീ കൊടുക്കേണ്ടി വരും. കൊടുക്കണ്ടേ? അവരെ മംഗല്യം കഴിച്ചു കൊടുത്തു, അല്ലെങ്കിൽ മാതാവുള്ള കാലത്തും ഇല്ലാത്ത കാലത്തും ഭംഗിയായിട്ട് നീ നോക്കി പരിപാലിച്ച കണക്കൊന്നും ഒരു ഉണ്ണിയും പറയില്ല. അങ്ങോട്ട് ചെന്ന് കയറി വ്യത്യാസം മാറി, ഇങ്ങോട്ട് കൊണ്ടുവന്നാലും അങ്ങനെ തന്നെയാ. ഏത് ഭവനത്തിലും നടന്നു പോകുന്ന സമ്പ്രദായം ഉണ്ണി. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞ് നീ അവരുടെ കടലാസുപത്രം വാങ്ങിച്ചോ, ഭവനത്തിന്റെ 4 ഭാഗത്തിൽ നിന്നുള്ള മണ്ണ് കൊണ്ടുവരെ, ഇന്ന ദേശത്ത് ഇന്ന ഭാഗത്ത് കിടക്കുന്ന ഇത്ര പിടി മണ്ണ് എന്റെ പേരിലുള്ള മണ്ണ് എന്റെ സന്താനങ്ങൾ സമ്മതം പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞ് നീ ഒരു കുറിപ്പ് എഴുതി കൊണ്ടുവരെ, ഞാൻ വിറ്റ് വില മാറി. അല്ലാണ്ട് പറ്റില്ല. അവർ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എന്തേട് പോന്നെ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭവനത്തിൽ ഇരുന്നാൽ മതി, എന്നെ കാണാൻ വരണ്ടാന്ന്. അല്ല, അത് എനിക്ക് മനസ്സിലായത് കൊണ്ട് വരണ്ടാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഭവനത്തിൽ കലകണ്ടാക്കാനല്ലേ? അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ് അന്ന് വന്നപ്പോ? നീ ഭവനത്തിൽ നിന്ന് വിളിച്ചോ, ഞാൻ നിനക്ക് ഈ നേരം വരെ ഞാൻ ഓരോരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഞാൻ ദ്രോഹിക്കാൻ ഒരു ഭവനത്തിലേക്കും വന്നിട്ടില്ല. ദ്രോഹിക്കാൻ വരും, എനിക്ക് തരാത്തത് തന്നില്ലെങ്കിൽ ഞാൻ ദ്രോഹിക്കാൻ വരും. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ചാത്തനെ കൊണ്ട് പ്രവർത്തിക്കുന്നല്ലേ പറഞ്ഞ ഈ ഉണ്ണി അല്ലേ? എന്താ കാര്യം? എന്നോട് വല്ലതും പറയാനുണ്ടോ നിനക്ക്? ഇല്ല.
നേർച്ചയുണ്ട. അതുകൂടാണ്ട് 30 നാൾ കൂടുമ്പോൾ ഇപ്പം ചെല്ലാവുന്ന ഉടമ്പടിക്കാക്കിയിട്ടുണ്ട്. അപ്പൊ കൊണ്ടുകൂടെ ഇത്തിരി കള്ളത്തരത്തിന്റെ ആളാല്ലേ? ഇത്തിരിയല്ല, അധികമുണ്ട്. എൻ്റെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുക, എന്നിട്ട് അത് ആരെങ്കിലും തലയിലേക്ക് വെച്ച് കൊടുക്കും. എന്തെങ്കിലും കുട്ടിത്തരങ്ങളൊക്കെ ചെയ്ത് നോക്കി പിടിക്കപ്പെടും എന്ന് പറയുമ്പോൾ അത് ആരെങ്കിലും തലയിൽ വെച്ചെടുത്ത് ഉണ്ണി മാറി വെക്കും. അവരാ ചെയ്തെന്ന് പറയും. അങ്ങനെയാണോ? അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ണിക്ക്. ഒന്ന് കൊണ്ടുപോകും. അതിൻ്റെ ഒരു ക്ലേശങ്ങളും കൂടി കാണിക്കും, മനസ്സിലാവണ്ട. അത് ഉണ്ണിക്കുണ്ടാവുന്നു. അതുപോലെ തന്നെ ഭവനത്തിന് മാതാവിനുണ്ടാവും. ജന്മം നൽകിയത് മാതാവല്ലേ? അപ്പൊ മാതാവിനും അതിൻ്റെതായ അരിഷ്ടം. ഉത്രം നക്ഷത്ര ആരാ? ഉത്ര നക്ഷത്ര ആരാ? ഉത്രാടം. കാർത്തിക ഉത്രാടം അത് ഒരു ഗണം തന്നെയാണ്. അപ്പൊ ഈ ഉണ്ണിനെ ഒന്ന് കൊണ്ടുപോകാം. പിന്നെ മാതാവ് 2 നേരം എല്ലാ സന്താനങ്ങളും നിന്നുകെട്ട ഉണ്ണിനെ സങ്കല്പിച്ച് 2 നേരം വെള്ളിയിട്ട് എനിക്ക് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരു പിടി വെള്ളി പുഴിഞ്ഞ ആ ഉണ്ണിനെ ഒരു കറുത്ത പട്ടിൽ പൊതിഞ്ഞു വെക്കിയ വെള്ളി ഇരുമുടിക്കാരൻ്റെ ആസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഇതും കൂടി കൊണ്ടുപോയേക്കാന്ന് പറയാം. എന്താ രേവതിയല്ലേ ഉണ്ണിയതിൻ്റെ നഷ്ടം? സമയം നല്ലതാ. ശനിയുടെ ദോഷം ചെയ്യില്ല. അല്ല, അത് ശനിയുടെ ദോഷം ചെയ്യില്ലെന്ന്. വ്യാഴം ബലവാനാണ്. ശനി വിദേശത്തല്ലേ? എന്നാലും വിദേശത്തേക്ക് പോണമാതിരി തന്നെയല്ലേ? അലച്ചലല്ലേ? ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി. ശനി ഉള്ളത് കൊണ്ട് അലയണം. ഉറക്കക്കുറവുണ്ട് അല്ലേ? എന്തിനാ? അതാണ് മാതാവ് നിന്നോട് പറഞ്ഞ ആ സന്താനങ്ങളുടെ പേരിൽ 2 നേരം വെള്ളി എല്ലാവരും സങ്കല്പിച്ചെൻ്റെ ഞാൻ ജന്മം നൽകിയ എൻ്റെ ഉണ്ണി സന്താനങ്ങൾക്ക് ആപത്ത് കൂടാതെ കണ്ട് അവർക്ക് വിദ്യയും അതിനോടുള്ള കാര്യങ്ങളും കൊടുത്ത് പരിപാലിച്ചേക്കണമെന്ന് പറയാം. വഴക്ക് പറയേണ്ട കേട്ടോ ഈ ഉണ്ണിനെ. എല്ലാവർക്കും ഉണ്ടാവും. വീടിൻ്റെ താമസമായില്ലേ? പിന്നെന്താ കുഴപ്പം? നിനക്കാണെങ്കിൽ വ്യാഴപ്പത്തിൽ ശനിയൊന്നും നിൽക്കണ്ടേ? അതുകൊണ്ട് ചോദിച്ചത്. ഇപ്പോൾ ചെങ്ങും കഴിഞ്ഞിട്ട് നീ അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീര് കൊടുക്കാം. ഒരു കൂവളത്തിൻ്റെ കാലം 7 ദിവസം കൊടുക്കാം. അതിന് 3-4 ഇല വാങ്ങിച്ചുകൊണ്ട് വരിക. ആ നീരും കൂടിയില്ലേ അരച്ച് സേവിച്ചു. വഴി ഉണ്ടാക്കില്ല. കുഞ്ഞിയുടെ കർമ്മഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. എന്താ തിരിച്ചു തരാം. എന്താണ് വെള്ളി ഇരിക്കില്ല? വെള്ളി വാങ്ങിച്ചാലും അപ്പം ഇരിക്കുന്നു വരിക. മനസ്സിലാവണ്ട? ഉണ്ണിയുടെ കണ്ണിൽ കണ്ടതൊക്കെ വാങ്ങിച്ചിട്ട് വരില്ല അല്ലേ? അങ്ങനെയല്ലേ? ആ ഉണ്ണി ഭവനത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് എന്തൊക്കെ കണ്ടു അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെയാണോ? അപ്പൊ അതൊക്കെ ഒന്ന് ഒരു പിടുത്തം വെച്ചാൽ മതി. ആ നെയ്യ് കൊടുക്കുമ്പോഴേ ഉദരമൊഴി ഞങ്ങൾ കൊടുത്തോ, ശരീരം മുഞ്ഞ് കൊടുത്തു, പ്രത്യേകാല ഉദരമൊഴിയാ. അതുപോലെ തന്നെ ചാർച്ചിൽ നിന്ന് 3-4 കൂവളത്തിന്റെ ഇല ഇങ്ങോട്ട് തരാൻ പറയാം. അതൊരു പാത്രത്തിനകത്ത് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പുറത്ത് നിന്നിട്ടേ ആ 3-4 ഇലകൾ അച്ഛൻ്റെ തിരുമുമ്പിലേക്ക് നോക്കി നിന്നിട്ട് ചവച്ചരച്ച് കഴിച്ചു. വഴി ഞാൻ ഉണ്ടാക്കി തരാം. അടുത്താലൊരു എങ്ങനെ ഉടമ്പടിയാക്കാം?
കടം ചോദിക്കുന്നില്ലല്ല, വായ്പ ചോദിക്കുന്നില്ല. രണ്ട് ഭാഷ ഒന്ന് തന്നെയാ അല്ലല്ലോ. നിനക്ക് തരാനുള്ള വെള്ളിയല്ലേ നീ ചോദിക്കും. അത് കിട്ടാണ്ട് നിനക്കിത് പൂർത്തീകരിക്കാൻ പറ്റൂ? ആ, അത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്കിത് ഒരു വിധത്തിൽ മേലെ പൂർത്തീകരിച്ചൂടെ? ഞാനതൊന്നും ചോദിച്ചോളൂ. നിനക്ക് അപ്പുറം സന്ദേഹമല്ലായിരുന്നു. ഇപ്പൊ എന്തായിരുന്നു? മേലെ മഴ നനയാണ്ടായി. നീ ചെത്തിമരിക്കല്ലേ കണ്ടു. മീഡിയകളൊക്കെ വേണം അല്ലേ? ഇറങ്ങി വെച്ചോ. ആ, ഇത്രയൊക്കെ ഞാൻ നിനക്ക് ശരിയാക്കി തന്ന അല്ല. ഞാനും നിന്നോടൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ മണ്ണിൽ നിന്നല്ല, ഏത് മണ്ണിലിരിക്കുന്ന ഉണ്ണി സന്താനങ്ങള്, മലയാള മണ്ണിൽ ഉണ്ണികളെ ഏതൊക്കെ ദിക്കിലും പോയിട്ടുണ്ടോ അവര് തിരുവോണം നാളിലെ ഇലയിട്ട് അന്നം കഴിക്കുന്ന സത്യമാണെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ട് തിരുവോണ നാടാകുമ്പോഴേക്കും എനിക്ക് അവിടെ ക്ഷീരം കാച്ചി എനിക്ക് എന്നെ അതിനെത്തിക്കുന്ന കയറ്റണമെന്ന് ഞാൻ പറഞ്ഞത് നീ പറഞ്ഞ വാക്കല്ല, അത് ഞാൻ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ചെത്തി നിനക്കല്ല വേണ്ടു. അതിനിപ്പോ കൂടി വന്ന ഒരു 15 നാള് എണ്ണി പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല അല്ലേ? വെള്ളി വാങ്ങിച്ചോ? ആരെടുന്ന ഈ കൊടുത്ത വെള്ളി വാങ്ങിച്ചോ? കീറിമുറിക്കൽ കഴിഞ്ഞോ? വെട്ടിമാറ്റൽ കഴിഞ്ഞോ? അതൊന്നും എനിക്കറിയണ്ട. നീ ചോദിച്ചോ? തന്നില്ലെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, ഞാൻ വാങ്ങിച്ചോളാം. ഇനി ഞാൻ ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ല? ഇനി എന്റെ ചങ്ങാതി വരും ചോദിക്കാന്ന് പറഞ്ഞാൽ മതി. ഒത്തുമ്പുറത്തുള്ള അങ്ങനെ തന്നെ പറഞ്ഞു. സമയം കുഴപ്പമില്ല. ഔഷധണ്ട പിതാവിന് ഔഷധം തോന്നുന്നു. അപ്പൊ അച്ഛൻ്റെ ആലയത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ദേശത്തോടൊപ്പം എന്നുള്ള ആസ്ഥാനത്ത് പോയിട്ട് ഒരു മഞ്ഞത്തൂട് കൊടുക്കും കാളിക്കും. അല്ലെങ്കിൽ അച്ഛൻ്റെ ആലയത്തിൽ പോയിട്ട് ഒരു കുടം കൊണ്ട് നീരൊരു കൂളത്തിൻ്റെ ഹാരം കൊടുക്കും പിതാവിൻ്റെ പേര്. എന്നിട്ട് ആ അടി നീര് കൊണ്ടുവന്ന് പിതാവിൻ്റെ കാലൊന്ന് ചുറ്റി വഴി ഞാൻ ഉണ്ടാക്കി തരാം. സമയം കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കേട്ടാ എന്തുട്ടാ? അതല്ല, അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ, കട്ടായം തരണമെന്ന് പറഞ്ഞു. വില്ലുംവേലയ്ക്ക് ഭവനത്തിന് ഉണ്ണികൾ നിൽക്കുന്ന അവർക്ക് കൊടുക്കേണ്ടതാ. സന്ധ്യ നേരമാകുമ്പോഴേക്കും മനസ്സിലാവണ്ട. ഞാൻ തന്ന വെള്ളിയ, എനിക്ക് തരാനുള്ള വെള്ളിയ. ഞാൻ കടത്തിന് വന്നതല്ല, എനിക്ക് കിട്ടാനുള്ള വെള്ളിക്ക് വന്നതാ. എന്നിട്ടും പറഞ്ഞു നീയേ അവിടുന്ന് പറഞ്ഞു പോരെ. ഇനി ഞാൻ നിങ്ങളുടെ വെള്ളി ചോദിക്കാൻ പറ്റില്ല. ഇതിന്റെ അപ്പുറത്ത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കി തരും. ഞാനൊരാളെ കൊണ്ട് വന്നേന്ന് പറഞ്ഞു. ഇന്ന ആളാണെന്നും പറഞ്ഞു നീ ഓക്കോ. അല്ല കേട്ടെ. അപ്പൊ അവർക്ക് അന്നാലല്ലേ തൊപ്പിക്കാർക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എന്തായി അത് കണ്ട എന്തായി എന്നാ ചോദിച്ചോളൂ. എന്നാ നീ ഭവനത്തിൽ നിന്നോ? ആ, പിന്നെന്താ നിനക്ക് പേടി? ഞാൻ എന്തിനാ നിന്നെ 2ാം വട്ടം കയറ്റിയെന്നറിയോ? ഇനിയൊരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊപ്പിക്കാരന് മനസ്സിലാവും ഈ ഉണ്ണി സന്താനത്തിനെ കുറിച്ച്. മനസ്സിലാവണ്ട. ഞാൻ നിന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. നീ എന്തിനാ അവിടേക്ക് പോണേ? വില്ലും വേലയ്ക്ക്. ആ വില്ലും വേല കഴിയാ പോരാ, നിന്റെ വല്യക്കൂലി വാങ്ങാം. മനസ്സിലാവണ്ട. അവിടെ പെൺസന്താനങ്ങൾ ഏത് ആൺസന്താനങ്ങളെ കൂടെ ഇരുന്നാലും കെടുന്നാലും നിനക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നിന്റെ കൂടപ്പുറപ്പൊന്നല്ല. മനസ്സിലാവണ്ട. ഇപ്പൊ മനസ്സിലായി നിനക്ക് കാര്യം. എന്ത് കാര്യം ഉണ്ടായി നിനക്ക്? അതുകൊണ്ട് നാണക്കേട് മാനക്കേട് വന്നതേറെ. ചെയ്ത തെറ്റ് അവര് പറഞ്ഞ ഇല്ലില്ല, നീയല്ല കുഴപ്പമുണ്ടാക്കി എന്നുള്ള പറഞ്ഞോളൂ. മനസ്സിലായ? നാളെ പൊക്കോ. നാമോദയം പറയുള്ളൂ. ആ, ഞാൻ പറഞ്ഞത് കേട്ടാ? നിന്റെ സമയത്തിന് അവിടെ കർമ്മത്തിന് കയറാ. സമയം കഴിയുമ്പോ നീ ഇറങ്ങിപ്പോരാ. മനസ്സിലാവണ്ട. നിന്റെ വില്യം പേരന് നീ കാര്യത്തിന് നിൽക്കാം. ഇനി നിന്നെ ഓരോരോ കാര്യങ്ങൾക്കും വീഴ്ത്താനാ നോക്കുള്ളൂ. മനസ്സിലായില്ല? എന്ത് കണ്ടാലും അങ്ങ് നോക്കണ്ട.
അവിടെ പലതും നടക്കും. എന്ത് കേട്ടാലും അത് ശ്രദ്ധിക്കണ്ട, മനസ്സിലാവണ്ട. ആരോടൊന്നും പറയാനും നിൽക്കണ്ട, മനസ്സിലാവണ്ട. ഒക്കെ ഉണ്ട്. ഞാനല്ല പറഞ്ഞേ, അവരൊന്നും കൂടി നിന്നെ കയറ്റും, മനസ്സിലാവണ്ട. എന്താണ് രേവതി നക്ഷത്രക്കാരനല്ലേ? എന്താണ് കാര്യം? എന്താ നക്ഷത്രം? ഇറങ്ങിക്കോ, ഞാൻ നിന്നോട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ? ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരില്ല, നീ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. ഞാൻ ഒരു സ്ഥലത്ത് കണ്ടുവച്ചിരുന്നു. നീ അതിന് വേണ്ടപ്പെട്ട ഉണ്ണികളോട് ചോദിച്ചറിഞ്ഞിക്കോ. മംഗല്യത്തിന്റെ സമയം ഞാൻ നടത്തി തരാമെന്ന് പറഞ്ഞു. ഉത്രട്ടാതി നക്ഷത്ര ശനി ഉണ്ടെങ്കിലും ദോഷമുള്ള ശനിയല്ല. ശനി ഇപ്പോ മംഗല്യം നടക്കേണ്ട സമയത്ത് ശനിയാ, മനസ്സിലായ? ആരോടെങ്കിലൊക്കെ പറഞ്ഞു വെച്ച, ആരെങ്കിലൊക്കെ പോയി കണ്ട. നീ പോയി കണ്ട എവിടെയെങ്കിലും? നക്ഷത്രം നോക്കാണ്ട് ഞാൻ കൊണ്ടു തരില്ല, നക്ഷത്രം നോക്കാണ്ട് ഞാൻ കൊണ്ടു തരില്ല, മനസ്സിലാവണ്ട നിനക്ക്? അന്വേഷിക്കണം, മനസ്സിലായില്ല? നിന്റെ ദശാന്തി, നിന്റെ നക്ഷത്ര സങ്കല്പമായിട്ടുള്ളതായ സന്താനങ്ങളെ സങ്കല്പിച്ചിറങ്ങിക്കോ. ദേവനക്ഷത്രം അല്ലെങ്കിൽ മനുഷ്യഗണത്തിലുള്ള നക്ഷത്രങ്ങൾ നോക്കി ഇറങ്ങിക്കോ. ഞാൻ കണ്ടുപിടിച്ച് തരാം, ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നീ അന്വേഷിച്ച് കണ്ടെത്തണം, മനസ്സിലായില്ല? നാളേക്ക് ഇന്നേക്കുള്ളതല്ല, നീളേക്കുള്ളതാ, മനസ്സിലായില്ല? ആ, പറഞ്ഞിറങ്ങണം എന്നാ പറഞ്ഞുള്ളൂ, മനസ്സിലായില്ല? അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉണ്ണികളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. നാമോദയം പറയുന്നു. എങ്ങും തങ്ങരുത്, മനസ്സിലായ ഞാൻ പറഞ്ഞത്? എന്താ പറഞ്ഞ? അവിടെ ചെന്നിട്ടേ ഇതൊക്കെ അങ്ങോട്ട് സങ്കല്പിച്ച് കൊടുക്കാം. എന്നോടും എൻ്റെ കർമ്മത്തിനോടും എൻ്റെ ഭവനത്തിനോടും എൻ്റെ തൊഴിലിനോടും 8 ആധാരം 18 അങ്കുലമായിട്ടുള്ള അച്ഛൻ തന്ന എൻ്റെ ശരീരത്തിനോടും 4-ാം വേദക്കാരുടെ പാതാള ചിഹ്നകാപ്പിരിയോ ഉമ്മുമ്മച്ചാത്തൻ സങ്കല്പത്തില് 4-ാം വേദക്കാരുടെ എന്തെങ്കിലും ദോഷാംശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചേരമാന്റെ ആസ്ഥാനമായ ഈ സ്ഥാനത്തേക്ക് ഞാൻ പച്ചപ്പട്ടില് കബറ് മൂടാനായിട്ട് ഒഴിഞ്ഞു സമർപ്പിക്കണമെന്നും പറഞ്ഞ് 7 പ്രാവശ്യമോ 11 പ്രാവശ്യമോ തിരക്ക് തൊട്ട് ഒഴിഞ്ഞ് അങ്ങോട്ട് കൊടുത്തേക്കാം. 5 കോഴിമുട്ടയും കൂടി കൊടുത്തേക്കാം, മനസ്സിലായി? 5 യാസിന് ഒതിച്ചേക്കണം, മറക്കരുത്. നീ അതവിടെ കൊടുത്തു പോന്നിട്ട് കാര്യമില്ല.
നിന്നെ നിർത്തി 5 യാസിന് ഓടിച്ചേക്കണം. മനസ്സിലായ? അതുപോലെ തന്നെ അച്ഛൻ്റെ ആലയത്തിൽ 7 നാൾ കൂടുമ്പോൾ ഞാൻ 7 ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് മുടങ്ങരുത്. ആയില്യ നക്ഷത്രം അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ? തിരുവാതിര ചോദ്യം തിരുവാതിര ചോദിച്ചത് മതി. കൂളത്തിന്റെ കാരം, ഒരു ധാര, അതുപോലെ തന്നെ ഒരു പാത്രം നെയ്യ്, അതല്ലേ സമർപ്പിക്കുന്നത്. ആ 4-ാം വേദക്കാരുടെ ദോഷം പോകാൻ വേണ്ടിയിട്ടാ. മനസ്സിലായ? എന്നാലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞു ചേരമാന്റെ ആസ്ഥാനത്ത് സങ്കല്പിച്ച് നല്ലവണ്ണം കൊടുത്തേക്കാം. തിരിച്ചു വന്ന് എൻ്റെ കാളി നിന്ന് കണ്ടിട്ട് പോരെ. എന്തായാലും നീ അവിടേക്ക് പോയതല്ലേ, എൻ്റെ അപ്പുറം നമ്മൾ കാളി നിന്ന് കണ്ട് കാളിയുടെ കാര്യം പറഞ്ഞ പോലെ എൻ്റെ നേരാങ്ങളെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എനിക്കൊപ്പം നിന്ന് എൻ്റെ കർമ്മസ്ഥാനം ഭംഗിയാക്കി തരണം. വിട്ടുപോയത് തിരിച്ച് എനിക്ക് അവിടേക്ക് തെളിച്ചു തരണം എന്ന് പറഞ്ഞു. നീ നിശ്ചയിച്ചേക്കണം. അപ്പൊ ഇത്ര കാലം പോയതോ? അതെനിക്ക് മനസ്സിലായി. നിനക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ വലുതും കിട്ടോ? നിന്റെ വാഹനത്തെ കേടുപാട് സംഭവിച്ചു, നീ ഇപ്പേക്ക് കിടന്ന് നടക്കുന്നതിനും എന്തെങ്കിലും കിട്ടുമെന്ന ചോദ്യം. അത് വാങ്ങണ്ടേ? മനസ്സിലായില്ല? അത് വാങ്ങണ്ടേ? ആ ഉണ്ണി സന്താനങ്ങൾ ഉടമ്പടിക്കല്ല വരണേ. മനസ്സിലായി? ആ ഉണ്ണി ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ, നീ അങ്ങോട്ട് കൊണ്ട് കയറ്റിയതല്ല. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അപ്പോ നിന്റെ വാഹനത്തിന് കേടുപാടുണ്ട്, ആ ഉണ്ണിക്ക് വാഹനത്തിനും കേടുപാട്. ഒരു ഉണ്ണി പോവും ചെയ്തു. ഞാൻ അതൊന്നല്ല ചോദിച്ചത്. നീ ഇത്രയും കാലം കയറി ഇറങ്ങി നടന്നില്ലേ? അതിന് വെള്ളിക്ക് ചെലവില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല. നിനക്കതിന് വെള്ളിക്ക് ചെലവില്ല എന്നാ ചോദിച്ചുള്ളൂ. അവർക്ക് എന്തായാലും കിട്ടും. ഏത്? ആ ഉണ്ണി നിര്യാണപ്പെട്ട് പോയതാ, വെള്ളി കിട്ടും. കിട്ടായിണ്ടാ? അവർക്ക് കിട്ടായിട്ടോന്ന് വെള്ളി? അതല്ല ചോദിച്ചാൽ അവർക്ക് വെള്ളി കിട്ടുമെന്ന്. നിയമവശാൽ വെള്ളി കിട്ടും അവർക്ക്. അപ്പൊ നിന്റെ വാഹനത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടാ? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. അതിന് കേടുപാട് സംഭവിച്ചിട്ടില്ലേ? അതിന് കിട്ടണ്ട വെള്ളി. ഉടമ്പടി ആക്കാനല്ലേ വന്നേ? അല്ലെങ്കിൽ അങ്ങനെ നടന്നോട്ടെന്നും. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നിനക്ക്? ഞാൻ മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകേണ്ട കാര്യമില്ല പറഞ്ഞേ. ഉടമ്പടിക്ക് വരുമ്പോ എനിക്ക് ഇത്ര നട്ടുണ്ടായിട്ട് അതിൽ ഒരു ചെറിയ വിഹിതം തന്ന് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയണം. മനസ്സിലായില്ല? അവർക്ക് നീണ്ടു പോകുന്നവരും അവർക്ക് വെള്ളി കൂടി കിട്ടുള്ളൂ. മനസ്സിലായ? നിനക്ക് വല്ലതും കിട്ടും? ഞാനകത്തേ പറഞ്ഞുള്ളൂ. മനസ്സിലായില്ല? നീ പറഞ്ഞില്ല ദൂരം പോക്കുവരവുണ്ടെന്ന്. ആ പോക്കുവരവ് നിനക്ക് ഇവിടുന്ന് പോണെങ്കിൽ വെള്ളി വേണം. നിന്നെ വെറുതെ കൊണ്ട് വേറെങ്കിലും ഇല്ല, അതിന് വെള്ളി വേണ്ടേ? നീ ഇത്ര കാലം നിന്റെ വില്ലും പേരെ മുടക്കി നടന്നതല്ലേ ഇതിന്? അങ്ങോട്ട് ചെന്ന് കയറിയതാണെങ്കിൽ ശരിയാ, ഇത് ഇങ്ങോട്ട് വന്ന് കയറിയതാ. അപ്പൊ എനിക്ക് അതിന് നഷ്ടീട് തരണം എന്ന് പറയണം. അത് ഞാൻ വാങ്ങിച്ചു തരാം. നീ പറയൂ. ഞാൻ പറയാം. അപ്പൊ തീർന്നു. അപ്പോ ആ വഴി തീർന്നു. മനസ്സിലായില്ല? നീ പറയണം ഞാൻ ഇത്രയും നാളെ നടന്നതാ, എൻ്റെ വില്ലും പേരൊക്കെ കളഞ്ഞിട്ടാ ഞാൻ ഇവര് വിളിക്കുമ്പോ, കർത്തവസ്ത്രക്കാര് വിളിക്കുമ്പോ ഞാൻ വന്നു പോയിരുന്നാ. മനസ്സിലാവണ്ട? അത് കാരണം കൊണ്ട് എൻ്റെ വില്ലും പേരും പോയി. അപ്പോ എനിക്ക് ഇത്രയും നാള് ഞാൻ ഇവിടെ വന്ന് വിളിക്കുമ്പോ വന്ന് നിന്നതിന് അന്നത്തെ ദിനത്തെ ഒരു വെള്ളി കണക്കാക്കി എനിക്ക് തരണമെന്ന് നീ പറയണം. മനസ്സിലാവണ്ട? നീ പറയോ? ഞാൻ പറയാം.
ഞാനിപ്പോ എന്തൊക്കെ ചോദിക്കുന്നവരാണ് അവര് പിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ വിളിച്ചേക്കണേ. അവസാനിപ്പിക്കാൻ ഇനി നീട്ടിക്കൊണ്ടു പോണില്ല എന്ന് പറഞ്ഞുള്ളൂ. അവരങ്ങനെ പറയണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യം കിട്ടാണ്ട് അവർ പറയൂ. അത് തന്നെയല്ല ഉണ്ണി, അതിന്റെ കടലാസിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട വെള്ളി അനുകൂലമായിട്ടുണ്ടാവും. മനസ്സിലായില്ല? ഒരു ഉണ്ണി നിര്യാണപ്പെട്ടു പോയതല്ലേ, എന്തായാലും കിട്ടും ഇല്ലേ? ആ ഉണ്ണി സന്താനത്തിന്റെ വാഹനത്തിന്റെ കടലാസുകളൊക്കെ ശരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉണ്ണിക്ക് കിട്ടും, കിട്ടില്ലേ? അപ്പൊ നീ നടന്നതിന് നിനക്ക് വല്ലതും കിട്ടും. നീ അങ്ങോട്ട് കൊണ്ട് കയറ്റിലാണെങ്കിൽ ശരി, അത് ഇങ്ങോട്ട് വന്ന് കരുത. മനസ്സിലായില്ല? ആ കറുത്ത വസ്ത്രക്കാരനോടോ അല്ലെങ്കിൽ അവരുടെ അതിൻ്റെതായ വേണ്ടപ്പെട്ട ഉണ്ണികളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കാര്യം പറഞ്ഞ് കാര്യം അവസാനിപ്പിച്ചേക്കണം. മനസ്സിലായ? ഞാനല്ലേ പറഞ്ഞു, ഞാൻ നിനക്ക് തീർത്തു തരാന്ന് പറഞ്ഞു. നിന്റെ സമയം, നിന്റെ പണിയാളുടെ സമയം നല്ലതാ. ഞാനത് നിനക്ക് നടത്തി തരാമെന്ന് പറഞ്ഞു. വെറുതെ പറയല്ല, ഞാൻ പറയാവുന്ന കാര്യങ്ങളെ പറയുള്ളൂ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. നാലാക്കി മടക്കി നിന്റെ ആ വെള്ളി കൊണ്ടുവെക്കുന്ന സഞ്ചിക്കകത്തുണ്ടായിക്കോട്ടെ കേട്ടോ. നിലത്ത് വീഴരുത്, മറ്റുള്ളവർ ഉണ്ണികൾ കാണരുത്. അതുപോലെ തന്നെ നിര്യാണം വന്ന സ്ഥലത്തോ പെറ്റുപ്രസവം കഴിഞ്ഞ സ്ഥലത്തോ പോകുമ്പോൾ അത് കൊണ്ടുപോകരുത്. മനസ്സിലായില്ല? നീ പേടിക്കണ്ടെന്ന് പിന്നെ ഉണ്ടായില്ല. അത്രയല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. അത് മണ്ണ് കൊണ്ടുപോരാ. നീ ആരുടെ പേരിലാണ്? നീ ആ പിതാവിന്റെ പേര്, ആ നക്ഷത്രം, അതുപോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്നൊരു അക്കുണ്ട് അതിന്റെ, ആ മണ്ണിന്റെ, അതൊക്കെ കൊണ്ടുപോരാ. ഞാൻ വഴിയുണ്ടാക്കി തരാം. മനസ്സിലാവണ്ട? അപ്പൊ വിറ്റുവില മാറണമെങ്കിലേ അതേത് ഭാഗത്ത് കിടക്കുന്ന മണ്ണ്, ഇന്ന ദേശത്ത് ഇന്ന ഭാഗത്ത് കിടക്കുന്ന ഇന്ന ഉണ്ണി സന്താനത്തിന്റെ ഇത്ര പിടി മണ്ണ് എന്നും പറഞ്ഞ് നീ എഴുതി കുറിച്ച് കൊണ്ടുവരാൻ ഞാനത് തരപ്പെടുത്തി തരാൻ പോലെ. ഉണ്ണികളിൽ നിന്ന് പറഞ്ഞേക്കണം. മനസ്സിലാവണ്ട? ആ ഉണ്ണിനെ കളത്തിലിറക്കണ്ട. ഉണ്ണികളിൽ നിന്ന് പറഞ്ഞേക്കാം കേട്ടോ. പിതാവിനും കൊണ്ട് ആ മണ്ണിന്റെ 4 ഭാഗത്തിൽ നിന്നുള്ള മണ്ണ് അതിന്റെ ഒരു രൂപരേഖ കൊണ്ട് പോരെ. ഒരു കടലാസ് കൊണ്ടുണ്ട്. മനസ്സിലാവണ്ട? അതും കൊണ്ട് പോരെ.
അതുകൂടാതെ കണ്ട് നിന്റെ മണ്ണിന്റെ അരിയിട്ടിരിക്കുന്നതാ ഞാൻ വന്ന വിരുന്നുകാരനാ. അത് മണ്ണിലുള്ളതാ. രണ്ട് വ്യത്യാസമുണ്ട്, മനസ്സിലായില്ല? ഞാൻ നിന്നിലേക്ക് വന്നു ചേർന്നതും നീ എന്നെ വിളിച്ചു ചേർത്തുക. അത് നിന്റെ ജന്മജന്മാന്തരം കൊണ്ട് നിന്റെ ദേശത്ത് എന്റെ കാലി വേപ്പലക്കാരിയായിട്ടിരിക്കുന്ന, മനസ്സിലാവുണ്ട? മറക്കരുത്. ഞാൻ വിറ്റിയെന്നാൽ അതെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ഇല്ല പിന്നീട് നക്ഷത്രം എന്ന് പറഞ്ഞു. സമയത്ത് നല്ലതാ പറഞ്ഞിട്ട് നീ തുടങ്ങിക്കോ. വേഗതയിൽ പൊക്കോളാം. നീ ഇറങ്ങി കളിച്ചോളാൻ പറഞ്ഞു. ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ നിനക്ക് എന്താ പേടി? എന്റെ സമയം രണ്ടുപേരും നല്ലതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു.